നമസ്കാരം. പ്ലസ് ടുവിലെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് സ്വാഗതം. വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് അപ്രോക്സിമേഷൻ. എന്താണ് അപ്രോക്സിമേഷൻ? എവിടെയാണ് അപ്രോക്സിമേഷൻ്റെ ആവശ്യം വരിക? എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്താണ് അപ്രോക്സിമേഷൻ വരിക. അല്ലെങ്കിൽ നമുക്കൊരു ധാരണയിലെത്താൻ, ഒരു വാല്യൂവിനെ കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടും അപ്രോക്സിമേഷൻ യൂസ് ചെയ്യും. അതായത് y=f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സപ്പോസ് നമുക്കൊരു സ്മോൾ ഇൻക്രിമെൻ്റ് ഉള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് √25 നമുക്കറിയാം, ഒരു 25.2 എത്രയായിരിക്കും? നമുക്കറിയാം 5 സംതിങ് ആണ്. അതുപോലെ കുറച്ചും കൂടി ഇപ്പോൾ ഒരു x² + 2x + 3 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, അതിൽ 1.2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.2 കൊടുക്കുകയാണെങ്കിൽ x സ്ഥലത്ത് 1.2 കൊടുത്താൽ എത്രയായിരിക്കും? 1 കൊടുത്താൽ എത്രയായിരിക്കും എന്ന് നമുക്കറിയാം. 1 + 2 + 3 അതായത് 6. 1.2 കൊടുക്കുമ്പോൾ 6 സംതിങ് ആയിരിക്കും എന്നൊരു ധാരണ വരും. അത് നമ്മുടെ ഡിഫറൻസിയേഷൻ. ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻസ് ആയതുകൊണ്ടും വാല്യൂസ് സിമ്പിൾ ആയതുകൊണ്ടും നമുക്ക് ചെയ്യാൻ എളുപ്പമായി. ഇത് നമ്മൾ അപ്രോക്സിമേഷൻ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ y=f(x) എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ 25.2 ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണ്. f(x + Δx) നമുക്ക് എക്സാക്റ്റ് കിട്ടുന്ന വാല്യൂവിന് x എന്നും, സ്മോൾ ഇൻക്രിമെൻറ്റ് Δx എന്ന് പറഞ്ഞാൽ ഈ 0.2നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 1.2 എന്ന് പറയുന്നത് അതിലിപ്പോൾ 1.3 ആണെങ്കിൽ 0.3 സ്മോൾ ഇൻക്രിമെൻറ്റിനെയാണ് Δx എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ y=f(x) ആണെങ്കിൽ f(x + Δx) എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്താണ് dy/dx എന്ന് പറഞ്ഞാൽ? dy/dx എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു ധാരണ വേണം. dy/dx എന്ന് പറഞ്ഞാൽ ഒരു കർവിനെ സ്മോൾ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ വരുന്ന ഡെറിവേറ്റീവിൻ്റെ മെയിൻ കൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. എക്സിൽ സ്മോൾ ഇൻക്രിമെൻറ്റ് നടക്കുമ്പോൾ വൈയിൽ വരുന്ന സ്മോൾ ഡിഫറൻസ് തമ്മിലുള്ള റേഷ്യോ, സ്ലോപ്പാണ് dy/dx എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ സ്മോൾ ഇൻക്രിമെൻറ്റ് എച്ചും ഇവിടുത്തെ സ്മോൾ ഇൻക്രിമെൻറ്റ് ഡി ആണെങ്കിൽ d/h ആണ് dy/dx എന്ന് പറഞ്ഞാൽ വൈയിലുള്ള ഇൻക്രിമെൻറ്റ് ബൈ എച്ചിലുള്ള ഇൻക്രിമെൻറ്റ്. അപ്പോൾ നമ്മളത് ഇവിടെ x + Δx എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? വൈയിലെ ഇൻക്രിമെൻറ്റ് Δy ആണെന്ന് വിചാരിക്കാം. എക്സ് പോലെ Δy, ഇവിടെ Δx ആണെങ്കിൽ ഇവിടെ Δy ആണെന്ന് വിചാരിക്കാം. dy/dx നമുക്ക് എന്ത് എഴുതാം? Δy/Δx എന്ന് എഴുതാം. അപ്പോൾ ഈ സ്മോൾ ഇൻക്രിമെൻറ്റ് Δy എങ്ങനെ കണ്ടുപിടിക്കാം? Δy = dy/dx × Δx ചെയ്താൽ മതി. അപ്പോൾ f(x + Δx) എന്ന് പറഞ്ഞാൽ എന്താണ്? y + Δy ആണ്. അവിടെ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഈ Δy കണ്ടുപിടിക്കാൻ, എക്സ് ഉപയോഗിച്ച് Δy കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ f(x + Δx) = y + Δy സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം? dy/dx × Δx ആണ്. ഇതാണ് അപ്രോക്സിമേഷൻ കാണാനുള്ള ഫോർമുല. y + Δyക്ക് പകരം dy/dx × Δx എന്ന് കൊടുക്കുക. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. f(x)ന് സ്മോൾ ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ വൈയിൽ സ്മോൾ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. ഈ സ്മോൾ ഇൻക്രിമെൻ്റ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക. y നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. dy/dxൽ സ്മോൾ ഇൻക്രിമെൻറ്റിൽ അതിന് Δy/Δx എന്ന് എഴുതാം. അപ്പോൾ Δy = dy/dx × Δx എന്ന് എഴുതാം. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ വരും. ഈ ഫോർമുല നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അതിലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്രോക്സിമേറ്റ് ദ ഫോളോയിങ്, അതാണ് അതിലത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വേണ്ട. ഇങ്ങനെയാണ് ചോദ്യം വരിക. യൂസ് ഡിഫറൻഷ്യൽ, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഈച്ച് ഓഫ് ദ ഫോളോയിങ് അപ് ടു 3 പ്ലേസസ് ഓഫ് ഡെസിമൽ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രോബ്ലംസ് പിന്നാടിയിലേക്ക് താഴെ എഴുതാം. യൂസിങ് ഡിഫറൻഷ്യൽസ്, ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് അപ് ടു 3 ഡെസിമൽസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാം. √25.3. √25.3. അപ്പോൾ ഈ ഫോർമുലയിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ആദ്യം എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് 25. നമുക്ക് എത്ര വാല്യൂ ആണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക? അതാണ് എക്സ്. Δx എന്ന് പറയുന്നത് 0.3. ഇനി f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ വേണം, എന്നാലാണ് dy/dx കാണാൻ പറ്റുക. ഇവിടെ എന്താണ് ചെയ്യുന്നത്? √x ആണ്. അല്ലെങ്കിൽ y = എഴുതിയാൽ മതി. y = എന്താണ്? √x. അപ്പോൾ dy/dx = എന്ത് വരും? 1/2 √x. ഇത്രയായാൽ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. f(x + Δx) ആണെന്നത് ആരാണ്? √25.3. root of
25.3 ഈക്വൽ ടു വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/2 √x ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി നമുക്കിതിൽ വാല്യൂ കൊടുക്കാം. വൈ എന്ന് പറയുന്നത് എന്താണ്? √x. അതുകൂടി നമുക്കിവിടെ കൊടുക്കണമായിരുന്നു. √x പ്ലസ് ഒക്കെ എക്സിൻ്റെ ഫോമിലോട്ട് മാറ്റി. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സിൻ്റെ സ്ഥലത്ത് 25 കൊടുക്കണം. ഡെൽറ്റ എക്സിൻ്റെ സ്ഥലത്ത് 0.3 കൊടുക്കണം. അപ്രോക്സിമേഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈക്വൽ ടു ഇടാൻ പറ്റില്ല. അപ്രോക്സിമേഷൻ്റെ ചിഹ്നമാണ് ഉള്ളത്. ഇവിടെ 5 പ്ലസ് 1/2 × 5 എന്ന് പറയുന്നത് 10 × 0.3. അപ്പോൾ എന്ത് വരും? 5 പ്ലസ് 0.03 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.03. 3 പ്ലേസ് എന്നാണ് ചോദ്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു 0 കൂട്ടുക, 3 പ്ലേസ്. ഇതാണ് നമ്മുടെ വാല്യൂ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? എക്സ്, ഡെൽറ്റ എക്സ്, വൈ, ഡി വൈ ബൈ ഡി എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തത് √49.5. ഉടനെ എക്സ് എന്താണ്? 49. ഡെൽറ്റ എക്സ് എന്താണ്? 0.5. വൈ എന്താണ്? ഫംഗ്ഷൻ √x. ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? 1/2 √x. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. അപ്പോൾ 49.5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. വൈ എന്ന് പറഞ്ഞാൽ √x ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 √x ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നിട്ട് വാല്യൂ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് കൊടുക്കുന്നത്. √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √49 പ്ലസ് 1/2 √49 ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 0.5. ഇത് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നിങ്ങൾ √49.5 എന്നുള്ളത് ഡയറക്റ്റ് ഇതിൽ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ മാർക്കും കിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 49.5 ഈക്വൽ ടു 7.035 എന്ന് കിട്ടും. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ മാർക്കും കിട്ടില്ല. ഇത്രയും എഴുതണം. എന്നിട്ട് ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇതിൽ ചെയ്ത് നോക്കാം. √49 പ്ലസ് 1/1 ഇത് എഴുതാം. 2 × √49. ചിലപ്പോൾ അത് കറക്ഷനാവും, വായിക്കാൻ പറ്റിയെന്ന് വരില്ല. √49 എന്ന് പറയുന്നത് 7 ആണ്. നമുക്ക് അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 7 പ്ലസ് 1/7 × 2 എന്ന് പറയുമ്പോൾ 12 × 0.5 7.0416 ഉണ്ട്. അപ്പോൾ നമുക്കിത് എഴുതാം 7.042. ആ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തോളൂ. അതായത് ഡയറക്റ്റ് അതായത് ഇവിടെയൊക്കെ ചെയ്യുമ്പോഴേ 0.5 നമുക്ക് ആദ്യം 0.5/14 അടിച്ചു നോക്കാം. 0.5/14 ഇതാണ് ശരിക്കും. ഇത് +7 ആണ് വരുന്നത്. 7.365 7.03536 ഇതാണ് ആൻസർ വരുന്നത്. അത് എഴുതിയാൽ മതി. നേരത്തെ ചെയ്യുമ്പോഴേ അതിൻ്റെ കാൽക്കുലേഷനിൽ അത് കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 7 + 1/14 × 0.5 ഇതിനെയാണ് ആൻസർ വരുന്നത്. നേരത്തെ ചെയ്തതിൽ എന്താ തെറ്റ് വന്നിട്ട് 7.036 ആണ് ആൻസർ വരുന്നത്. അത് എഴുതാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ആൻസർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്യൂബ് റൂട്ട് ഓഫ് 82. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 82 ആണോ? റേസ് ടു 1/4. 82 റേസ് ടു 1/4. അപ്പോൾ 82ലേക്ക് കറക്റ്റായിട്ട് എന്താണ് 1/4 ഒക്കെ ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 82 റേസ് ടു ബ്രാക്കറ്റിൽ 1/4 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 3.092. അപ്പോൾ 3 ആണ് വരുന്നത്. 3 ആണ് അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ 3 റേസ് ടു 4 അടിച്ച് എത്രയാണ് വരുന്നത് നോക്കാം. കണ്ടു 81. അപ്പോൾ 3ലാണ് 81 ആണ് നമ്മുടെ എക്സ്. അത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ കിട്ടും. x = 81 ഡെൽറ്റ x = 1. 82 ആവാനായിട്ട് 1 ആണ് വരുന്നത്.
y ഈക്വൽ ടു എക്സ് റേസ് ടു 1/4 ആ ഫംഗ്ഷൻ എന്താണോ അത്. dy/dx ഈക്വൽ ടു 1/4 ഇൻറ്റു എക്സ് റേസ് ടു 1/4 മൈനസ് 1, അതായത് 1/4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3/4. ഇനി നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. എങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്? y പ്ലസ് dy/dx ഇൻറ്റു ഡെൽറ്റ എക്സ്. y എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/4, dy/dx എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3/4, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് 81 കൊടുക്കാം. 81 റേസ് ടു 1/4 പ്ലസ് 1/4 ഇൻറ്റു 81 റേസ് ടു മൈനസ് 3/4 ഇൻറ്റു 1. 81 റേസ് ടു 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. 81 റേസ് ടു ബ്രാക്കറ്റിൽ 1/4 3 ആണ്. അപ്പോൾ ഇവിടെ 3 വരും. പ്ലസ് ഒറ്റയടിക്ക് ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്, കാരണം നേരത്തെ ചെയ്ത പോലെ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. 81 റേസ് ടു ബ്രാക്കറ്റിൽ മൈനസ് 3/4 ആണ്. അപ്പോൾ മൈനസ് 3/4 ക്രോസ് ചെയ്യാം. 81 റേസ് ടു മൈനസ് 3/4 ഈക്വൽ ടു വരുന്നത് 0.037 ആണ് ഇൻറ്റു 1/4. അപ്പോൾ അതിവിടെ എഴുതാം 0.037 ഇൻറ്റു 1/4. ഭയങ്കര 10 റേസ് ടു മൈനസ് 3 എന്നാണ് കിടക്കണേ. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 10 റേസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞാൽ 0.009 എന്നാണ് അർത്ഥം. നമുക്കത് കണ്ട് മനസ്സിലാവണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. 1/4 ഇൻറ്റു 0.037 ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തെറ്റും. 1/4 ഇതടിക്കാം ഇൻറ്റു 0.037. ഈ കാൽക്കുലേറ്ററിൻ്റെ പ്രശ്നമുണ്ട്. 3 പ്ലസ് 0.009 ആണ് വരിക. 3.009. ഇത് നമുക്ക് ഇവിടെ മോഡിൽ പോയിട്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഈ കിടക്കുന്ന സംഭവം. ഇത് ഡെസിമൽസിൽ കണ്ടു. കോംപ്ലക്സ്, SD ബേസ്, ഡിഗ്രി, റേഡിയൻ, ഗ്രേഡ്, സയൻസ്, നോർം. ഇതിൽ 3 അടിച്ചാൽ നോക്കി. കണ്ടോ? എവിടെ കറക്റ്റ് ചെയ്തെന്ന് മനസ്സിലായോ? ആൻസർ വന്നുണ്ടോ? 0.00925. അത് നമ്മൾ ഈ മോഡിൽ അമർത്തിയിട്ട് കോംപ്ലക്സ് ഇത് മാറ്റിയിട്ട് ഇതൊക്കെ മാറ്റി നോർമൽ ഇതിലടിക്കുക. അപ്പോൾ അതുപോലെ വരും. ഇത് സയൻറ്റിഫിക്കിലൊക്കെ എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലത്തെ സംഭവമുണ്ട് 0 to 9. അപ്പോൾ നമ്മൾ 5 ഒക്കെ അടിച്ചെങ്കിൽ അതുപോലെ വരും. കണ്ടു 5 ഡിജിറ്റിൽ. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് ഇതിൽ എങ്ങനെ വന്നപ്പോൾ അത് മാറ്റാൻ 3 അടിച്ചു കഴിഞ്ഞാൽ 1 or 2 ഒക്കെ അടിച്ച് 2 അടിച്ചു കഴിഞ്ഞാൽ ഇത് അതുപോലെ വരും. കണ്ടോ? ക്ലിയർ ആയാലോ? അപ്പോൾ അയ്യോ നിങ്ങൾ കണ്ടു കാൽക്കുലേറ്ററിൽ ചെയ്തത് എങ്ങനെയാണ്? ഇവിടെ നോർമലാണ്, മോഡാണ് ഈ അമർത്തിയത് മുഴുവൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് അപ്രോക്സിമേഷൻ ചെയ്യുക. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു എണ്ണം കൂടി ചെയ്യാം. √36.6 നേരത്തെ ചെയ്ത പോലെ x ഈക്വൽ ടു 36 വരും, ഡെൽറ്റ x ഈക്വൽ ടു 6 വരും, y ഈക്വൽ ടു √x വരും, dy/dx ഈക്വൽ ടു 1/2 √x വരും. ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാം. y പ്ലസ് dy/dx ഇൻറ്റു ഡെൽറ്റ എക്സ്. y എന്ന് പറയുന്നത് √x പ്ലസ് 1/2 √x ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് തന്നെ കൊടുത്താൽ മതി. √36 പ്ലസ് 1/2 √36 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കി ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും പ്രോബ്ലം ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യണം. താങ്ക് യു.